ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയോട് അടുത്തു വരുവാൻ അവസരം ലഭിച്ചല്ലോ. നമ്മെ എത്രത്തോളം സ്നേഹിക്കുകയും നമ്മെ അനുഗ്രഹത്തോടെ വഴി നടത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു അപകടം കണ്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചന ലഭിച്ചാൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാത്തത് ആരുമില്ല. പ്രത്യേകിച്ച് ആ വിലക്കുകൾ ലംഘിച്ച് അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ ലംഘിച്ച് നാം മുൻപോട്ട് പോയാൽ അത് ഒരു വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ള സൂചന സുബോധമുള്ളവരാരും ബുദ്ധിയുള്ളവരാരും മറികടന്ന് പോകുകയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ചില ആളുകൾ റിസ്ക് എടുത്ത് പോയി അതിൻ്റെ ദോഷങ്ങൾ അനുഭവിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. എന്നാൽ സാധാരണ ആരും തന്നെ അങ്ങനെ ചിന്തിക്കാറില്ല. മനുഷ്യർക്ക് ഒരു വലിയ അപകടം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ് ദൈവം വിവിധ മാധ്യമങ്ങളിൽ കൂടി മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അതായത് മനുഷ്യർക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൽ എത്തുവാൻ അവസരം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യന് മുൻപിലുള്ള കെണികളെയും അപകടത്തെയും ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം ഒരു രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യർക്കാർക്കും സ്വയമേ പരിഹരിപ്പാൻ കഴിയാത്ത, സ്വയം ഏതെങ്കിലും മാർഗം അവലംബിച്ച് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു വലിയ കുരുക്കിലാണ് സകല മാനവജാതിയും അകപ്പെട്ടിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോടൊപ്പം വസിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവം ഈ ലോകത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും അനുഭവിച്ച് ആസ്വദിച്ച് സത്യസന്ധമായി ദൈവത്തെ സേവിച്ച് ദൈവരാജ്യത്തിൽ എന്നും കാണപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഒരു ചെറിയ അനുസരണക്കേട് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമും ഹവ്വയും കാണിച്ചു. അതിന് ദൈവം മനുഷ്യനെ ശിക്ഷിക്കുകയും ചെയ്തു. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചുകൊണ്ട് ദിവസവും സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന അവരെ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ശത്രുവായ സാത്താൻ വഞ്ചിച്ചു. ദൈവം പറഞ്ഞതിന് വിപരീതമായി അനുസരണക്കേട് കാണിച്ചു. സാത്താൻ്റെ വാക്കിനെ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വാക്കിനെ അവഗണിക്കുകയും ചെയ്തു. ദൈവം അങ്ങനെ ആദമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. ഇനി മനുഷ്യൻ്റെ എന്തെങ്കിലും കഴിവിനാലും മിടുക്കിനാലും ആ ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവസാന്നിധ്യത്തിലേക്ക് മടങ്ങിയെത്തുവാൻ ബുദ്ധിമുട്ടാണ്. അതിന് ദൈവം ഉണ്ടാക്കിയ ഒരു പരിഹാരമാണ് യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ.
തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നുള്ളത് ലോകത്തിൻ്റെ നിയമമാണ്. ദൈവത്തിൻ്റെ നിയമവും അതുതന്നെയാണ്. ഇതാ, സകല മാനവജാതിയും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നുവെന്ന് ദൈവം കണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം നമ്മെ ഇപ്പോഴും അളവറ്റ് സ്നേഹിക്കുന്നത് കൊണ്ട് നിരപരാധിയായ, ഒരു ദോഷവും ചെയ്തിട്ടില്ലാത്ത യേശുക്രിസ്തുവിനെ കാൽവരിയിൽ ദൈവം തന്നെ നമുക്ക് പകരമായി യാഗമാക്കി തീർത്തു. ആ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ പര്യാപ്തമാണെന്ന് ദൈവം നിർദ്ദേശിച്ചു. അങ്ങനെയെങ്കിൽ ആ യേശുവിൽ വിശ്വസിക്കുകയും യേശു മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്ന് നാം ഹൃദയത്തിൽ വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നമുക്കും നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. അത് വളരെ ലളിതമായൊരു പദ്ധതിയാണ്. ഇത്ര ലളിതമായൊരു പദ്ധതി ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അതുപോലും അംഗീകരിക്കുവാനും അനുസരിക്കുവാനും മനസ്സില്ലാതെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് എങ്ങനെ തെറ്റിയൊഴിയും എന്ന് എബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ആമേൻ ഹല്ലേലൂയ അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ വരുവാനുള്ള ദൈവകോപത്തിൽ നിന്ന് ഒരു മനുഷ്യനും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. കൃപയാൽ ഈ വചനം വിശ്വാസയോഗ്യമാണെന്നും ഇത് ദൈവം തന്നെ അരുളി ചെയ്തതാണെന്നും അതനുസരിച്ചില്ലെങ്കിൽ വലിയ ന്യായവിധി ഉണ്ടാകുമെന്നും ആ ന്യായവിധി മുഖാന്തരം തീ നരകത്തിൽ ഹല്ലേലൂയ എത്തപ്പെടുമെന്നും ബോധ്യം വന്ന ചില മനുഷ്യർ ദൈവകൽപ്പന അനുസരിക്കുവാനും അങ്ങനെ മാനസാന്തരപ്പെട്ട് നല്ല ദൈവമക്കളായി തീരുവാനും ഇടയായിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ളവരുടെ കാര്യം വളരെ കഷ്ടമായി തീരും. ദൈവത്തിൻ്റെ ന്യായവിധി നിശ്ചയിച്ചിട്ടുള്ളതുണ്ട്. അത് നിശ്ചയമായും അങ്ങനെ തന്നെ സംഭവിക്കും. അതിന് മാറ്റം വരുത്തുവാൻ മനുഷ്യർക്കാർക്കും സാധ്യമല്ല. അങ്ങനെയെങ്കിൽ മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഈ രക്ഷാകരമായ പദ്ധതിയിൽ ഉൾപ്പെടുക എന്നതാണ്. നാം ഇതിനെ അവഗണിച്ച് മുൻപോട്ട് പോയാൽ ഏതൊരു മനുഷ്യനും ഒരു രക്ഷയുമില്ല, ദൈവത്തിൻ്റെ കോപത്തിന് പാത്രീഭൂതരായിത്തീരും. ആമേൻ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിനൊരു തർക്കവുമില്ല. അപ്പോൾ ദൈവം നമുക്ക് സൗജന്യമായി ഒരുക്കിയിരിക്കുന്ന ഇത്ര വലിയ രക്ഷ ഏതൊരു മനുഷ്യനും ഗണ്യമാക്കാതെ മുൻപോട്ട് പോയാൽ അത് വലിയ അപകടമാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന ആർക്കും അല്ലെങ്കിൽ സത്യവേദപുസ്തകം വായിക്കുന്ന ആർക്കും ഈ വചനം അംഗീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. ഇതൊരു മനുഷ്യൻ്റെ വാക്കല്ല. ഇത് ഞാൻ ഇവിടെ നിന്ന് പ്രസ്താവിക്കുന്നതല്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ചാൽ അപകടമാണ്. ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചാൽ ദൈവരാജ്യത്തിലെത്തി നഷ്ടപ്പെട്ടു പോയ ആ വലിയ പ്രതാപവും തേജസ് നമുക്ക് തിരികെ ലഭിക്കുവാനിടയായിത്തീരും. ഈ ദിവസം നാം ആരും ദോഷം ആഗ്രഹിക്കുന്നവരല്ലല്ലോ. നമുക്ക് നന്മ വരണമെന്നല്ലേ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് പൂർണ്ണമായി ഏറ്റെടുക്കാം, അതനുസരിക്കാം. നമ്മുടെ പാപകരമായ ജീവിതത്തിൽ നിന്ന് ഒരു മോചനം ദൈവം ഇത്ര ലളിതമാക്കി സാധ്യമാക്കി നൽകിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് ദൈവരാജ്യത്തിലെത്തുന്നതല്ലേ നമുക്ക് നല്ലത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള നല്ല സൗഭാഗ്യകരമായ ഒരു നിത്യജീവൻ പ്രാപിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വചനം മൂലം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്നും കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.